പപ്പായ കൊണ്ടുള്ള ഒരു മസാലയാണ്. ദോശയ്ക്കും ചപ്പാത്തിക്കും നാനിനും എല്ലാത്തിനും പറ്റിയ ഒരു കറിയാണ് ഇത്, പപ്പായ മസാല. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വരും, നിങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ടത് പപ്പായയാണ്. അത് ചെറുതായിട്ട് സ്ക്വയറായിട്ട് മുറിച്ച് വേവിച്ച് വെച്ചതാണിത്. ഒരു വലിയ കപ്പുണ്ട്. ഇത് ഒരു വലിയ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് മുറിച്ചിട്ട് വേവിച്ച് വെച്ചതാണ്. ഇതൊരു 2 തക്കാളിയാണ് സ്ക്വയറായിട്ട് മുറിച്ച് വെച്ചത്. ഇതൊരു 2 സവാള സ്ക്വയറായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു 3 പച്ചമുളക് നടുവെ കീറി മുറിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് 1 സ്പൂണ് കപ്പലണ്ടിയും 1 സ്പൂൺ അണ്ടിപ്പരിപ്പും 1 ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്തതാണിത്. ഇത് മല്ലിയില അവസാനം നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട്. ഇത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. ഇത് ആദ്യം കടുക് വറുക്കാൻ ആവശ്യമുള്ള കടുക്, മുളക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ്. പിന്നെ എണ്ണ, വറുക്കാൻ ആവശ്യമുള്ള എണ്ണ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് അടുപ്പ് കത്തിക്കാം. അതിലോട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് പൊട്ടിച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് കടുകിടാം നമുക്ക്. അത് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് മുളകും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. കറിവേപ്പിലയും കൂടെ ഇട്ടു. അതിലോട്ട് നമുക്ക് സവാള ഇടാം. സ്ക്വയറായിട്ട് അരിഞ്ഞ് വെച്ച് ഒരു 2 സവാളയാണിത്. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റാം. ഒരുപാട് കളർ ചേഞ്ച് ഒന്നും ആവണ്ട, എന്നാലും സവാള പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ശകലം ഉപ്പൊന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വഴഞ്ഞ് വരും. ഇത് ഒരുവിധം വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, സോറി. അത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർക്കണം. അതും ചേർത്ത് ഒന്ന് വഴച്ചതിന് ശേഷം നമുക്ക് തക്കാളി ചേർക്കാം. ചെറുതായിട്ട് സവാള നിറം മാറി വരുന്നുണ്ട്. നമുക്ക് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. ചതച്ച് പേസ്റ്റ് ആക്കിയത് അതും കൂടെ ഇട്ട് നല്ലപോലെ വഴറ്റി അതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം അതിലോട്ട് പൊടികളെല്ലാം നമുക്ക് ആദ്യം ഇടാം. നിറമൊക്കെ ഒരുവിധം മാറി വരുന്നുണ്ട് സവാളയുടെ.
കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. തീ കുറച്ചിട്ട് നമുക്ക് പൊടികളെല്ലാം ആദ്യം ഇടാം. ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. ഒരു 1/2 സ്പൂണും കൂടെ നമുക്ക് കൂടുതൽ ചേർക്കാം. കാശ്മീരി പിരിയൻ മുളക് പൊടി ആണെങ്കിൽ കളറ് നല്ല കിട്ടും, എരിവും കുറവായിരിക്കും. മിക്സ് ചെയ്ത് ചേർക്കുന്നതായിരിക്കും നല്ലത്. ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1 സ്പൂണ് ഗരം മസാല, അതും കൂടെ ചേർത്ത് നല്ലപോലെ പൊടിയുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറ്റി നല്ല മൂത്ത് നല്ല കളറ് നല്ല മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ ആ ചുവയൊക്കെ പച്ച ചുവയൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇത് നല്ല മൂത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർക്കാം. തക്കാളി ചേർക്കുക. അല്ലേ, പച്ചമുളകും നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യമേ ചേർത്താൽ അതിൻ്റെ ആ കളറൊന്ന് ചേഞ്ച് ആയിപ്പോയി. ഇത് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി പച്ചമുളക്. അപ്പോഴേ കാണാനൊരു ലുക്ക് വരത്തുള്ളൂ കറിക്ക്. തക്കാളി ജസ്റ്റ് ഒന്ന് മയപ്പെടുന്ന സമയത്ത് നമുക്ക് വേവിച്ച പപ്പായ ചേർക്കുക, ഉരുളക്കിഴങ്ങ് ചേർക്കുക, പിന്നെ നമ്മൾ കപ്പലണ്ടിയും അണ്ടിപ്പരിപ്പും കൂടെ നമ്മൾ പൊടിച്ച് വെച്ചത് അതും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഇതൊരു 1/2 ഗ്ലാസ് കൂടുതൽ വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഇതെല്ലാം മസാലയൊക്കെ അതിലൊന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ട് ചേർത്ത് 1/2 തൊട്ട് 3/4 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. എന്നിട്ട് ഉപ്പ് ചേർക്കുക. ഞാൻ നേരത്തെ ഉപ്പ് പറയാൻ മറന്നുപോയി. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഉപ്പ് ചേർക്കണം എന്നുള്ളത്. ഉപ്പ് ചേർത്ത് ഒന്ന് അടച്ച് വെക്കുക. ഒന്ന് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് സെറ്റായി റെഡിയായി വരാൻ വേണ്ടി നമുക്ക് സമയം കൊടുക്കാം. അതൊന്ന് തുറന്ന് നോക്കാം. നല്ല തിളച്ച് ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് നല്ല മസാലയുടെ നല്ല മണമൊക്കെ ഉണ്ട്. ഇത് ഇരുന്നൊന്ന് കട്ടിയാവും, കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് വരും. നമുക്ക് ഈ പാകത്തിൽ എടുത്തു കഴിഞ്ഞാൽ ചപ്പാത്തിയുടെ കൂടെ, ദോശയുടെ കൂടെ, ഇഡ്ഡലിയുടെ കൂടെ, നാന് എല്ലാത്തിനും നല്ലൊരു കറിയാണിത്. നമുക്ക് മല്ലിയില ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് മല്ലിയില ഒന്ന് മാറ്റി വെക്കുക. ഗാർണിഷിങ്ങിന് അവസാനം ഒന്ന് നമുക്ക് അതിൻ്റെ മേളിൽ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അങ്ങനെ നമ്മുടെ പപ്പായ മസാല റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പപ്പായ മസാല റെഡി ആയിട്ടുണ്ട് ഇവിടെ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ചപ്പാത്തിയുടെ കൂടെ, ദോശയുടെ കൂടെ, നാന്, ഇഡ്ഡലി ഏതിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ് ഈ കറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.